അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ഖസ്റജ് ഗോത്രത്തിന്റെ ഉപവിഭാഗമായ ബനൂ നജ്ജാറിലായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ ജനനവും വളർച്ചയും. ജീവിതത്തിലുടനീളം അനർഘ വ്യക്തിത്വ വിശേഷണങ്ങൾ മഹദി സ്വന്തമാക്കി. അചഞ്ചലമായ വിശ്വാസം, സ്നേഹം, ധീരത, ക്ഷമ, സഹിഷ്ണുത, ജ്ഞാനം എന്നീ മൂല്യങ്ങളുടെ സമാഹാരമായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ ജീവിതം. അൻസ്വാരിങ്ങളിൽ പെട്ടയാളാണ് ഉമ്മു അമ്മാറ ബീവി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുമതിയോടെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി ഇസ്ലാമിക പ്രചരണം ആരംഭിച്ചു. നിരവധി പേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മുസ്ലിമായവർ പ്രവാചകനെ കാണാനും ബൈഅത്ത് ചെയ്യാനും വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. 73 പുരുഷന്മാരും 2 സ്ത്രീകളുമായിരുന്നു ആ സാർത്ഥക വ്യൂഹം. സ്ത്രീകളായ 2 പേരിൽ ഒരാൾ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയായിരുന്നു. രണ്ടാമത്തെയാൾ അസ്മാ ബിൻത് അംർ ബിൻ ആദി റളിയല്ലാഹു അൻഹയും. അവരെല്ലാവരും ഒരു മലയുടെ താഴ്വാരത്ത് വെച്ച് പ്രവാചകനുമായി ഉടമ്പടി ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ഉടമ്പടി 2ാം അഖബ ഉടമ്പടി എന്നറിയപ്പെടുന്നു. ഉടമ്പടിക്ക് ശേഷം ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് തിരികെ വന്നു. ശേഷം വിജ്ഞാന പ്രസരണത്തിലും മദീനയിലെ സ്ത്രീകളെ ശരീഅത്തിൽ പ്രബുദ്ധരാക്കാനുമായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ സമയം ചിലവഴിച്ചത്. സെയ്ദ് ബിൻ ആസിം മാസിനിയാണ് ഉമ്മു അമ്മാറ ബീവിയുടെ ആദ്യ ഭർത്താവ്. ആ ദാമ്പത്യത്തിൽ അബ്ദുള്ള, ഹബീബ് എന്നിവർ ജനിച്ചു. ഇരുവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായിരുന്നു. മഹദിയുടെ 2ാം വിവാഹം ഖാസിയ ബിൻ അംർ മസാനിയുമായിട്ടായിരുന്നു. ഔല, തമീം എന്നീ 2 സന്തതികൾ അവർക്ക് ജനിച്ചു. യുദ്ധക്കളത്തിൽ പ്രകടിപ്പിച്ച അസാമാന്യ വൈഭവം ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെ ചരിത്രത്തിൽ ഉഹദ് യുദ്ധത്തിലെ മഹദിയുടെ ധീരോത്തമായ പ്രകടനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും അമ്പരിപ്പിച്ചു. പതറിപ്പോയ മുസ്ലിം സൈന്യത്തിന് മഹദിയുടെ ശൂരത നവചൈതന്യം പകർന്നു കൊടുക്കുകയും പരാജയത്തിന്റെ ആക്കം കുറയ്ക്കുകയും ചെയ്തു. മാത്രമല്ല, ശത്രുക്കളുടെ സ്വപ്നങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറി. ഇമാം തഹബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 2ാം അഖബ ഉടമ്പടി, ഉഹദ് യുദ്ധം, ഹുനൈൻ യുദ്ധം, യമാമ യുദ്ധം, ഹുദൈബിയ യുദ്ധം എന്നീ ചരിത്ര സംഭവങ്ങളിൽ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ പങ്കെടുത്തിരുന്നു. വാളുകൊണ്ട് മഹദി കാണിച്ച നീക്കങ്ങൾ അവിടെയുള്ളവരെയെല്ലാം അത്ഭുതപ്പെടുത്തി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുദ്ധക്കളത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പ്രതിരോധത്തിന്റെ പടവാളേന്തിയ ഉമ്മു അമ്മാറയെയാണ് കാണാൻ കഴിഞ്ഞത്. ഉഹദ് യുദ്ധത്തിലെ നിർണായക നിമിഷങ്ങളെ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നുണ്ട്. പരാജഭീതി മുസ്ലിം സൈന്യം മുഖാമുഖം കണ്ട അവസരത്തിൽ അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി. അങ്കുലീഭരിതമായ ആളുകൾ മാത്രം കാലിടറാതെ പോരാട്ടമുഖത്ത് ഉറച്ചു നിന്നു. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ, മഹദിയുടെ ഭർത്താവ്, 2 മക്കൾ എന്നിവർ പിന്തിരിഞ്ഞോടാതെ കളത്തിൽ തന്നെ നിന്നു. അവർ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചുറ്റും ശരീരം കൊണ്ട് സംരക്ഷണ ഭിത്തി തീർത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വരുന്ന ശത്രുക്കളുടെ ആക്രമണങ്ങൾ അവർ എല്ലാ വിധേനയും തടഞ്ഞു. ഒരു കൈയിൽ വാളും മറുകൈയിൽ പരിചയും മഹദിയെടുത്തു. കുതിച്ചു വരുന്ന ശത്രുക്കളെ അവർ അരിഞ്ഞു വീഴ്ത്തുകയാണ്. അതിനിടയിൽ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെ കൊലപ്പെടുത്താൻ ശത്രു മിന്നലാക്രമണം നടത്തിയെങ്കിലും മഹദി പരിച കൊണ്ട് അവയെല്ലാം തടുത്തു. പിറകോട്ട് തിരിഞ്ഞ് ശത്രുവിന്റെ കുതിരയുടെ വാല് പിടിച്ച് മഹദി ചുഴറ്റി. വാളുകൊണ്ട് കുതിരയുടെ പിറകുവശത്ത് മുറിവേൽപ്പിച്ചു. കുതിര നിലം പതിച്ചപ്പോൾ കടിഞ്ഞാണോടുകൂടെ ശത്രുവിനെയും മഹദി കൂട്ടിപ്പിടിച്ചു. ഈ രംഗം കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു അമ്മാറയെ സഹായിക്കാൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് ആജ്ഞാപിച്ചു. ഇരുവരും ചേർന്നുകൊണ്ട് ശത്രുവിനെ വകവരുത്തുകയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുസ്ലിം പോരാളികൾ 4 ഭാഗത്തേക്കും ചിതറിയോടി. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും ഉമ്മയും പ്രവാചകന്റെ സമീപത്തെത്തി സംരക്ഷണ വലയം തീർത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളെ തുരത്തിയോടിക്കാൻ ആഹ്വാനം മുഴക്കി. അദ്ദേഹം കല്ലെടുത്ത് ശത്രുവിന് നേരെ നീട്ടിയെറിഞ്ഞു. അത് ചെന്ന് പതിച്ചത് ശത്രു ഉപയോഗിക്കുന്ന കുതിരയുടെ കണ്ണിലാണ്. കുതിര നിലം പതിച്ചു. മറ്റൊരു വലിയ കല്ലെടുത്ത് അദ്ദേഹം വീണ്ടും എറിഞ്ഞു. അത് ശത്രുവിന്റെ ജീവനെടുക്കാനിടയായി. ഈ കാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ സന്തോഷിപ്പിച്ചു. ആ സമയത്താണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ ചുമലിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉമ്മയുടെ ചുമൽ തുണിക്കഷ്ണം കൊണ്ട് കെട്ടാൻ ആവശ്യപ്പെട്ടു.
ഈ കുടുംബത്തിന്റെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി അവർക്ക് മേൽ ക്ഷേമവും ഉയർച്ചയും ഉണ്ടാവാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. അതുപോലെ അവർ സ്വർഗത്തിൽ തന്റെ സുഹൃത്തുക്കളായിരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനാ വജസ് അവരുടെ മനസ്സിൽ ആത്മീയ കുളിർമ പകർന്നു. ശരീരത്തിലെ നോവുകളുടെ വേദനകൾ മറന്ന് നവചൈതന്യത്തോടെ അവർ വീണ്ടും അടർക്കളത്തിലേക്ക് കുതിച്ചു ചെന്നു. ആ കുതിപ്പിനിടയിൽ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഇടത് കൈയിൽ വെട്ടേറ്റു. മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി പുറത്തേക്കൊഴുകാൻ തുടങ്ങി. അദ്ദേഹത്തോട് മുറിവിനെ തുണിക്കഷ്ണം കൊണ്ട് പൊതിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മകനെയാണ് കാണുന്നത്. അടുത്തേക്കോടി വെട്ടേറ്റ ഭാഗത്ത് മഹദി തുണി വെച്ച് കെട്ടി. അക്രമിയുടെ മർദ്ദനം വീര്യം ചോർത്തരുതെന്ന് മകനെ ഉമ്മ ഉപദേശിക്കുകയാണ്. പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം പകരുകയായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. സിംഹക്കൂട്ടിലേക്കാണ് മകനെ പറഞ്ഞയക്കുന്നതെങ്കിലും പുത്രത്യാഗത്തിൽ ആ മാതൃഹൃദയം വിതുമ്പിയില്ല. ഈ കുടുംബം ചെയ്ത അസാമാന്യ സ്ഥൈര്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരി കൊണ്ട് അഭിനന്ദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു, ഉമ്മു അമ്മാറ, നീ എവിടുന്നാണ് ഈ ആർജവം സംഭരിച്ചത്? പിന്നീട് സുരക്ഷ കവചമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വാള് കയ്യിൽ പിടിച്ച് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ നിന്നു. മകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചയാൾ അവളുടെ മുന്നിലേക്ക് ചാടി വീണു. അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ മകനെ വെട്ടിമുറിപ്പെടുത്തിയ അക്രമിയാണ് ഇയാൾ. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ചീറ്റപ്പുലിയെ പോലെ അദ്ദേഹത്തിന് നേരെ ചാടി. അദ്ദേഹത്തിന്റെ കാല് വെട്ടിയെറിഞ്ഞു. ശത്രു മുഖം കുത്തി നിലത്തു വീണു. മറ്റു മുസ്ലിം സൈന്യം വന്ന് ശത്രുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ധീരത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ സന്തുഷ്ടനാക്കി. മഹദിക്ക് കരുത്തു നൽകിയ അള്ളാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്തുതിച്ചു. അൽഹംദുലില്ലാ. ഉഹദ് യുദ്ധത്തിൽ 12 മുറിവുകൾ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹായുടെ ശരീരത്തിലേറ്റിരുന്നു. ചുമലിലേറ്റ മുറിവായിരുന്നു അതിൽ ഏറ്റവും സാരമായി ബാധിച്ചത്. ഇബ്നു ഖുമൈഹ് എന്ന ശത്രുവാണ് മഹദിയുടെ തോളിന് വെട്ടിയത്. 1 വർഷത്തോളം എടുത്തുവെത്രേ ആ മുറിവ് സുഖപ്പെടാൻ. യുദ്ധത്തിന് ശേഷം സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ മഹദി ആദ്യം തിരക്കിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായിരുന്നു. സ്വന്തം ഭർത്താവിനെ കുറിച്ചോ സന്താനങ്ങളെ കുറിച്ചോ ആ മനസ്സ് ആകുലപ്പെട്ടില്ല. ഉഹദിൽ നിന്നും മടങ്ങി മദീനയിലെത്തി 1 ദിവസം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംറൽ അസദിലേക്ക് സൈനിക നീക്കം നടത്താൻ ആഹ്വാനം മുഴക്കി. വിളിയാളം കേട്ട ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ സൈന്യത്തോടൊപ്പം ചേരാൻ മാനസികമായി കൊതിച്ചെങ്കിലും ശാരീരിക വൈഷമ്യങ്ങൾ തടസ്സമായി നിന്നു. അതിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം സഹോദരൻ അബ്ദുല്ലാ ബിൻ കഅബൽ മാസിനിയോട് മഹദിയുടെ അസുഖ വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാഞ്ഞു. ശരീരത്തിലെ മുറിവുകൾ സുഖമായി വരുന്നുവെന്ന സന്തോഷ വാർത്ത കേട്ടപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. ഈ ധീരത ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു ഹുനൈൻ യുദ്ധത്തിലും മക്ക വിജയത്തിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നടന്ന യുദ്ധത്തിലും ആ ധീര വനിതയുടെ തനി ആവർത്തനം ദൃശ്യമായി. യുദ്ധത്തിൽ നിന്ന് 11 മുറിവുകൾ മഹദി സ്വയം ഏറ്റുവാങ്ങുകയാണ്. 1 കരം ഛേദിക്കപ്പെട്ടു. മുസൈലിമയുടെ വെട്ടേറ്റ് മകൻ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ഇങ്ങനെ കൈപ്പേറിയ നഷ്ടങ്ങൾ പിണഞ്ഞിട്ടും മഹദിയിൽ ശക്തിക്ഷയം പ്രകടമായില്ല. പകരം ഈമാനിക പ്രഭ കൂടുതൽ പ്രശോഭിതമാവുകയായിരുന്നു. ബനു ഖുറൈള യുദ്ധത്തിലും മറ്റു സ്വഹാബി വനിതകൾക്കൊപ്പം മഹദി പങ്കെടുത്തിരുന്നു. യുദ്ധത്തിൽ പിടിച്ചെടുത്ത അനീമത്ത് സ്വത്തിന്റെ 1 വിഹിതം ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ കൈപ്പറ്റിയിരുന്നു. ഹുദൈബിയ സന്ധിയിലും മഹദി സന്നിഹിതരായിരുന്നു. അതിനെപ്പറ്റി മഹദി വിവരിക്കുന്നുണ്ട്. ഉംറ നിർവഹിക്കാൻ പ്രവാചകന്റെ നേതൃത്വത്തിൽ മദീനയിൽ നിന്നും ഞങ്ങൾ പുറപ്പെട്ടു. മക്കയിലേക്ക് കടക്കാൻ ഖുറൈശികൾ അനുവദിക്കാത്തതിനാൽ ഞങ്ങൾ ഹുദൈബിയയിൽ യാത്ര നിർത്തി. ഖുറൈശികളുമായി സന്ധി സംഭാഷണം നടത്താൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പറഞ്ഞയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹയുടെ മടങ്ങിവരവ് താമസിച്ചപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന കിംവദന്തി സ്വഹാബികൾക്കിടയിൽ പരന്നു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരച്ചുവട്ടിൽ ഇരിക്കുകയും സ്വഹാബാക്കൾ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ആയുധം സൂക്ഷിച്ചവർ കയ്യിലെടുത്തു. എന്നാൽ ഭൂരിഭാഗം സ്വഹാബികളും നിരായുധരായിരുന്നു. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ കയ്യിൽ വടിയും അരപ്പട്ടയിൽ കത്തിയും സൂക്ഷിച്ചിരുന്നു. പക്ഷേ കിംവദന്തി വാസ്തവമല്ലെന്ന് ബോധ്യപ്പെട്ടു. ശേഷം ഖുറൈശികളുമായി കരാറിലേർപ്പെട്ടു. ആ കരാറിനെയാണ് ഹുദൈബിയ സന്ധി എന്ന് വിളിക്കപ്പെടുന്നത്. 20ഓളം സ്വഹാബി വനിതകൾ ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരിൽ ഒരാൾ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ആയിരുന്നു. പങ്കെടുത്ത എല്ലാവർക്കും അനീമത്ത് മുതലിന്റെ 1 ഓഹരി ലഭിച്ചു.
വില കൂടിയ ഡ്രസ്സുകളും ആഭരണങ്ങളും 2 ദീനാറും ഉമ്മു അമ്മാറ റളിയല്ലാഹു